ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകനല്ല. കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്. സാർ ഇപ്പോൾ ഈ ആക്ഷനും കട്ടും ഒക്കെ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത്. സാറ് പണ്ട് ഒരു ആക്ഷൻ കാണിച്ചപ്പോഴത്തേക്ക് ഒരു കട്ട് കിട്ടിയത് ഓർമ്മയുണ്ടോ? മുഖത്തിൻ്റെ നല്ലൊരു കട്ട് ഇതൊക്കെ ഓർമ്മയുണ്ടോ? ഈ അടുക്കളപ്പുറത്ത് വന്നിട്ട് ചില അമ്മച്ചിമാരെല്ലാം കുറ്റവും കുറവും പറയുന്ന പോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് തരം താഴാതെ. പിന്നെ വേറെ കുറേ ആളുകൾ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ പുറകെ ഇവർ നടക്കുകയും തോണ്ടിപ്പിടിക്കുകയും കുറ്റം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവർ കുറേ കോൾമയിര് കൊള്ളുന്നുണ്ട്. നിങ്ങൾക്കറിയാം പുള്ളിയുടെ പുറകെ തോണ്ടിപ്പിടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി BP കൂടിയ മനുഷ്യനാണ്, ഉടനെ ചാടി കളിച്ച് എന്തെങ്കിലും പറയും, അതിനെ നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കാം. ഇത് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടല്ലേ ഈ പുറകെ നടക്കുന്നത്, ആണോ അല്ലേ? അതാണ് സത്യം. അപ്പോൾ നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാർ സാറ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ ഒരു തൊപ്പിയെക്കുറിച്ച് കുറ്റം പറയുന്നത് കേട്ടു. സുരേഷ് ഗോപിയുടെ വണ്ടിയുടെ പുറകിൽ, അതായത് ആ കമ്മീഷണർ സിനിമ കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ പുറകിൽ സ്ഥിരമായിട്ടൊരു SP-യുടെ തൊപ്പി ഉണ്ടായിരുന്നെന്നോ മറ്റോ ഒക്കെ പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ഗണേഷ് കുമാർ സാറിന് സുരേഷ് ഗോപിനെ ഇങ്ങനെ കളിയാക്കി ചിരിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ്. നമ്മളിതിന് മുമ്പും ഒരു ഇലക്ഷൻ ടൈമിൽ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ സുരേഷ് ഗോപി സാറിൻ്റെ ആ തൊപ്പി അതിന് ശേഷം എവിടെ പോയി? അതിനെക്കുറിച്ച് വല്ലതും സാറിന് അറിയാമോ? അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിക്കാം. സാറിന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ നാണാവില്ലേ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. എന്തായാലും നമുക്ക് ആ തൊപ്പി എന്ത് ചെയ്യുന്നൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഷഫീഖിനോട് ഇഷ്ടപ്പെട്ട സിനിമയോ നായകനെയോ ചോദിച്ചാൽ ആദ്യമെത്തുന്ന മറുപടി ഷിറ്റ് ഡയലോഗും സുരേഷ് ഗോപിയുടെ കമ്മീഷണർ സിനിമയിലെ ആംഗ്യവുമാണ്. ഇത് കേട്ടറിഞ്ഞ മലയാളിയുടെ ആക്ഷൻ ഹീറോ പിറന്നാൾ ദിനത്തിൽ തന്നെ ഷഫീഖിനെ കാണാനെത്തി. IG എന്ന സിനിമയിൽ ഉപയോഗിച്ച പോലീസ് തൊപ്പി സമ്മാനമായി നൽകി. വളരെ ചങ്കൂറ്റത്തോടെ ഹൃദയഗ്രീവോടുകൂടി നിൽക്കുന്ന ഒരു ഷഫീഖിന് ഈ തൊപ്പി നയിക്കും. പോരാത്തതിന് ഷഫീഖിന് ഇഷ്ടപ്പെട്ട ആക്ഷനും ഡയലോഗും. പിന്നെ കൈപ്പേറിയ ഓർമ്മകൾ മറക്കാൻ മധുരിക്കുന്ന പിറന്നാൾ കേക്ക് മുറിച്ചു. ഒടുവിൽ ആര്യരാരം പാടി ഷഫീഖിനെ കോരിയെടുത്ത് ഉമ്മയും നൽകിയാണ് സുരേഷ് ഗോപി വേദി വിട്ടത്. കണ്ടോ, ഇത്ര ഉള്ള സുരേഷ് ഗോപി എന്ന് പറഞ്ഞ മനുഷ്യൻ. പക്ഷെ ഇപ്പം എന്ത് പറ്റിയെന്ന് പലരും ചോദിക്കും. ഇപ്പോൾ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. ഒരു മനുഷ്യൻ, അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ തന്നെ വികാരം വിചാരവും ദേഷ്യവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പുറകെ സ്ഥിരം മാധ്യമപ്രവർത്തകർ ഇങ്ങനെ കമ്പും കോലുമായിട്ട് ഇങ്ങനെ നടക്കുക. ബാത്റൂമിൽ വരെയാണ് സുരേഷ് ഗോപിയുടെ പുറകെ ഈ കോലും കൊണ്ട് നടക്കുന്നത്. അങ്ങനെ എന്ന് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മനുഷ്യന് ദേഷ്യം വരുമല്ലേ? ചില ആൾക്കാർക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അവർ ഉള്ളിൽ ഒതുക്കും. അങ്ങനെയുള്ളവരെയാണ് സൂക്ഷിക്കേണ്ടത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതേസമയം ഉള്ളിലൊന്ന് വെച്ചിട്ട് പുറമെ ഇളിച്ച് കാണിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള നാട്ടുകാർ അർഹിക്കുന്നുള്ളൂ. അതായത് അവർക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. ഒരു MP ആയാലും MLA ആയാലും പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ഇളിച്ച് കാണിക്കുക. അപ്പോൾ ഗണേഷ് കുമാർ എന്താ ചെയ്യുന്നത്? ഗണേഷ് കുമാർ ഇതുപോലെ സുരേഷ് ഗോപിനെ കുറ്റം പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ ഏതാണ്ടെല്ലാം വലിയ വായിൽ ഇങ്ങനെ വർത്താനം പറയും. എന്നാൽ വല്ലതും നടക്കുന്നുണ്ടോ? അതുമില്ല. പണ്ടെങ്ങാണ്ട് എനിക്ക് ഓർമ്മയിൽ KSRTCയിൽ എങ്ങാണ്ട് പുതിയ ടൈപ്പ് ബസ്സോ അങ്ങനെ എങ്ങാണ്ട് പണ്ടെങ്ങാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതിന് ശേഷം ഇപ്പം എന്നാ ചെയ്യുന്നതെന്ന് നടത്തില്ല. പക്ഷേ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. മാധ്യമങ്ങളെ കാണുമ്പം ചിരിച്ച് അരിക്കമ്പം വിഷയത്തിൽ വരെ ഏതാണ്ട് എല്ലാം കിടന്ന് പറയുന്നത് കേട്ട്. പക്ഷേ ഇപ്പം മന്ത്രി എന്നുള്ള നിലയിൽ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുറ്റവും കുറവും പറയുന്നുണ്ട്. സാറേ, മറ്റുള്ള ആളുകൾ, അതായത് സാധാരണ ജനങ്ങൾ അല്ലെങ്കിൽ ഈ മാധ്യമങ്ങളൊക്കെ സുരേഷ് ഗോപിനെ തോണ്ടിപ്പിടിക്കുന്നത് ഓക്കെ, അത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാം. പക്ഷേ ഒരു മന്ത്രിയായിട്ടുള്ള താങ്കൾ ഇതുപോലെ ഇങ്ങനെ എന്നാ പറയുക, ഇത്ര താഴ്ന്ന നിലയിലുള്ള കമൻറ്റുകളൊക്കെ ഒന്ന് ഒഴിവാക്കാമല്ലായിരുന്നു? മോശമല്ലേ? ഗണേഷ് കുമാർ സാറ് അന്ന് വണ്ടിയുടെ പുറകിൽ ഈ തൊപ്പി കണ്ടിരിക്കുന്നത് ചിലപ്പോൾ ഈ കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി സാറ് പോയ വഴിക്ക് വല്ലതായിരിക്കും കണ്ട. ഇനി അഥവാ അല്ലെങ്കിൽ ഇപ്പം എന്താ കുഴപ്പം? ഒരു പോലീസ് കഥാപാത്രം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ മനസ്സിൽ അതുപോലെ പതിഞ്ഞിരിക്കുന്ന ഒരു രൂപമാണ് സുരേഷ് ഗോപിയുടെ, പ്രത്യേകിച്ച് കമ്മീഷണർ എന്നുള്ള സിനിമ. അപ്പോൾ അദ്ദേഹം ഒരു തൊപ്പി വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് ഇപ്പം എന്നാ കുഴപ്പം? നമ്മളും വെക്കാറില്ലേ? സൂപ്പർമാൻ്റെ, സ്പൈഡർമാൻ്റെ, ദൈവത്തിൻ്റെ, അങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മളും നമ്മുടെ വാഹനങ്ങളിൽ വെക്കാറില്ലേ? എന്ന് പറഞ്ഞ പോലെ ഒരു തൊപ്പി വണ്ടിയിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വെച്ചെന്ന് പറഞ്ഞപ്പോൾ എന്താ കുഴപ്പം? ഇനി നമുക്ക് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ വാക്കുകളിലേക്കൊന്ന് കിടക്കാം. അതും കൂടെ ഒന്ന് കാണാം. അദ്ദേഹത്തിനല്ല കുഴപ്പം, തിരഞ്ഞെടുത്ത തൃശ്ശൂരുകാർക്കാണ് അബദ്ധം പറ്റിയത് എന്ന് അതിൽ എന്ത് പറയാനാണ് ഞാൻ. ഏതായാലും തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തൃശ്ശൂരുകാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നെന്ന് വലിയ ഗെയിമായിപ്പോയി. 20 MP-മാരുണ്ട്. അതിൽ 19 MP-മാരുടെ കാര്യം ആർക്കും അറിയുകയും വേണ്ട. ഈ സാറിന് പ്രത്യേകിച്ച് അറിയണ്ട. സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ഒരു MP-യുടെ പുറകെയാണ് നടക്കുന്നത്. സുരേഷ് ഗോപി എല്ലാം ചെയ്യുന്നു. ഇവർക്ക് പേടിയാണ് സത്യം പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്. അതായത് മറ്റുള്ളവർ അന്നേരം മനസ്സിലാക്കുമല്ലേ, ഒരു 5 വർഷം കിട്ടിയപ്പോൾ സുരേഷ് ഗോപി ഇത്രയും ചെയ്തു, ഇത്രയും നാളായിട്ട് അപ്പോൾ ഈ MP-മാരൊക്കെ എന്നതാണ് ചെയ്തത്, വെയിറ്റിംഗ് ഷെഡ് മാത്രമാണെന്നുള്ള കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാവുമല്ലേ. അതായത് ഇത്രയൊക്കെ ചെയ്യാൻ ഒരു MP എന്നുള്ള നിലയിൽ സാധിക്കും എന്ന് അദ്ദേഹം കാണിച്ചു തന്നാൽ ഇവരെല്ലാം കുഴഞ്ഞില്ലേ. അതുകൊണ്ടാണ് ഇവരെല്ലാം ഈ വഴി തിരിച്ച് വിടാൻ വേണ്ടിയിട്ട്
സുരേഷ് ഗോപിയെക്കുറിച്ച് ഈ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ പുറകെ നടക്കും. അല്ലാതെ സുരേഷ് ഗോപി MP എന്നുള്ള നിലയിൽ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, ഇതൊക്കെ ചെയ്യാമായിരുന്നു, അങ്ങനെയൊന്നും ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. സുരേഷ് ഗോപി അപ്പിയിട്ടോ, ഇച്ചി മുള്ളിയോ, മാധ്യമങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ ചിരിച്ചു കാണിച്ചോ, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഗോസിപ്പുകളും മറ്റും അല്ലാതെ വേറെ എന്താ പറയാനായിട്ടുള്ള ഇവർക്ക്? ഒന്നുമില്ല. അതിനൊപ്പിച്ച് ഈ മന്ത്രിയും കൂടെ. വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം പരചന്ദ്രൻ അഭിനയിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കാറിന്റെ പുറയിൽ എപ്പോഴും ഒരു SP തൊപ്പി ഉണ്ടാകും. നമ്മൾ സാധാരണ SP മാരൊക്കെ പണ്ട് പോകുമ്പോൾ അവരുടെ തൊപ്പി ഊരിയിട്ട് ഇങ്ങനെ പുറകെ വെച്ച് ചെയ്യും. അദ്ദേഹത്തിന്റെ കാറിന്റെ പുറകെ കുറെ കാലം, ഞാൻ തമാശ പറഞ്ഞില്ല, ഓർമ്മയിൽ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചാൽ മതി, ഒരു SP IPS എന്ന് എഴുതിയൊരു തൊപ്പി കാറിന്റെ സീറ്റിന്റെ പുറകിൽ നിന്ന് കണ്ണാടി കൂടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയോ പറയാനുണ്ട്. ഇറങ്ങിപ്പോയോ കയറി വന്നോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. ഞാൻ സംവിധായകനല്ലല്ലോ കട്ട് പറയാൻ. ആക്ഷനും റിയാക്ഷനൊക്കെ അവരവരെ ഇഷ്ടമാണ്. നമ്മൾ കട്ട് പറയാൻ സംവിധായകനല്ല. കട്ട് പറയേണ്ട സംവിധായകർ പറയും, അത് ജനങ്ങളാണ്. സാറിപ്പോൾ ഈ ആക്ഷനും കട്ടുമൊക്കെ പറയുന്നത് കേട്ടപ്പോഴേ എനിക്ക് പഴയ ഒരു കാര്യം ഓർമ്മ വന്നത്. സാറ് പണ്ട് ഒരു ആക്ഷൻ കാണിച്ചപ്പോഴത്തേക്ക് ഒരു കട്ട് കിട്ടിയത് ഓർമ്മയുണ്ടോ? മുഖത്തിൻ്റെ നല്ലൊരു കട്ട് ഇതൊക്കെ ഓർമ്മയുണ്ടോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സാറിനൊക്കെ എതിരെ എന്തുമാത്രം ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഏത് തരത്തിലുള്ള ആരോപണങ്ങളാണ്, എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള നമുക്കൊക്കെ അറിയാം. ആദ്യം സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് പോരെ മറ്റുള്ളവൻ്റെ കണ്ണിലെ കരടിലോട്ട് നോക്കുന്നത്, അല്ലെങ്കിൽ തോണ്ടിപ്പിടിക്കാൻ നോക്കുന്നത്. മനസ്സിലായോ? ആരും ഇവിടെ ഒന്നും മറന്നിട്ടൊന്നുമില്ല. അതൊക്കെ ഇപ്പോഴും യൂട്യൂബിലെല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ എന്തിനും ഈ ആവശ്യമില്ലാത്തതൊക്കെ ഈ ചൊറിഞ്ഞ് പിടിച്ച് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നതെന്ന് ഓർത്ത് മാത്രമാണ് മിണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് സാറേ എല്ലാവർക്കും അറിയാം, വെറുതെ അവനവൻ്റെ കാര്യം ചെയ്യുക. ഒരു മന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്ക് അത്യാവശ്യം കഴിവൊക്കെ ഉള്ള ഒരു വ്യക്തിയാണല്ലോ, ആ കാര്യങ്ങൾ അങ്ങനെ നടത്തിപ്പോവുക. അല്ലാതെ മറ്റുള്ളവരെന്ത് ചെയ്യുന്നു, ചിരിച്ച് കാണിക്കുന്നുണ്ടോ, ഇളിച്ച് കാണിക്കുന്നുണ്ടോ എന്ന് നോക്കി. ഈ അടുക്കളപ്പുറത്ത് വന്നിട്ട് ചില അമ്മച്ചിമാരെല്ലാം കുറ്റവും കുറവും പറയുന്ന പോലെ ഇത്രയ്ക്ക് അങ്ങോട്ട് തരം താഴാതെ കുറേ മാധ്യമപ്രവർത്തകർ വന്നിരിക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ള വാർത്തകളല്ല ജനങ്ങളുടെ മുമ്പിലോട്ട് കൊണ്ട് തരുന്നത്. ഇവർക്കൊന്നും ഇത് കിട്ടിയാൽ പോരെന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ വേറെ കുറേ ആളുകൾ ഇങ്ങനെ സുരേഷ് ഗോപിയുടെ പുറകെ ഇവർ നടക്കുകയും തോണ്ടിപ്പിടിക്കുകയും കുറ്റം പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ അവർ കുറേ കോൾമയിൽ കൊള്ളുന്നുണ്ട്. അത് വേറെ കഥ. അതേസമയം ഇപ്പുറത്ത് പിണറായി വിജയനും ഇതുപോലെയൊക്കെ തന്നെ നിങ്ങളോട് പെരുമാറിയിട്ടില്ലേ? എന്നിട്ടോ ഇപ്പോഴും നിങ്ങൾ എന്തിനാ ഈ സുരേഷ് ഗോപിയുടെ പുറകെ നടക്കുന്നത്? നിങ്ങൾക്കറിയാം പുള്ളിയുടെ പുറകെ തോണ്ടി പിടിച്ച് കഴിഞ്ഞാൽ പുള്ളി ഇച്ചിരി BP കൂടിയ മനുഷ്യനാണ്. ഉടനെ ചാടി കളിച്ച് എന്തെങ്കിലും പറയും, അതിന് നമുക്ക് എക്സ്ക്ലൂസീവ് ആക്കാം. ഇത് നിങ്ങൾക്കറിയാവുന്നതുകൊണ്ടല്ലേ ഈ പുറകെ നടക്കുന്നത്, ആണോ? അല്ലേ? അതാണ് സത്യം. ഈ സുരേഷ് ഗോപി സംസാരിക്കുന്ന സമയത്ത് താങ്കൾക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിയിട്ടുണ്ടോ? അതായത് താങ്കൾക്ക് അറിയാവുന്നൊരു സുരേഷ് ഗോപി ഉണ്ട്. അല്ല, എനിക്ക് ഈ രാഷ്ട്രീയ പ്രചരണത്തിൽ വരുന്ന സമയത്ത് പലപ്പോഴും അദ്ദേഹം കോൺഷ്യസ് അല്ലാതെ സംസാരിക്കുന്നത് തോന്നിയിട്ടുണ്ട്. അല്ല, എനിക്ക് പറയാനുള്ളത് കുറച്ച് വികാരം കൂടിയ ആളായിട്ടാണ് പണ്ട് മുതലേ തോന്നിയിട്ടുള്ളത്. കാര്യം സിനിമയിലുള്ള ആ തരത്തിലുള്ള കഥാപാത്രങ്ങൾ അദ്ദേഹത്തിന് ഭരത് ചന്ദ്രനൊക്കെ വിജയിപ്പിക്കാൻ കഴിഞ്ഞത് കുറച്ച് ഹൈപ്പറായിട്ട് സംസാരിക്കാനും കൈയെടുക്കാനും. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ബോഡിയിലുണ്ട്, രക്തത്തിലുണ്ട്. അത് പ്രൊവോക്ക് ചെയ്യുന്ന പരിപാടികളാണ് അവരുടെ പാർട്ടിയിലുള്ളവർ പോലും ചെയ്യുന്നത്. മനസ്സിലായി. അത് മുതലെടുക്കുകയാണ്. എന്നിട്ട് ഇത് വീഡിയോ എടുത്തിട്ട് അവരുൾപ്പെടെ രസിക്കുകയാണ്. ഇതാ പുതിയത് വന്നിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നത്. അത് ചെയ്യരുത്. അയാളൊരു നല്ല മനുഷ്യനുണ്ട്, മനുഷ്യ സ്നേഹിയുണ്ട്. നല്ല രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ അയാൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അയാളെ പ്രകോപിപ്പിക്കരുത് എന്നുള്ള ഒരു ആഗ്രഹമാണ് ആസ് എ ഫ്രണ്ട്. ഇത്രോള് കാര്യം മുകേഷ് പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം എന്ന് പറഞ്ഞൊരു വ്യക്തി പ്രകോപിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയുന്ന ടീമാണ്. അപ്പോൾ അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് ഇവർ മനഃപൂർവ്വം പോയി വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയി തോണ്ടിപ്പിടിക്കുന്നതാണ്. അല്ലാതെ വേറെ എന്താ കഥ ഉള്ളത് ഇതിനകത്ത്? ഈ മാധ്യമങ്ങളോട് ഈ മോശമായി വഴിയുണ്ട്. മാധ്യമങ്ങളോട് പറഞ്ഞത് ഖേദമുണ്ടോ? മോശമായി സംസാരിച്ചെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചോദ്യങ്ങളോട് താങ്കൾ എന്താണ് പ്രതികരിക്കാത്തത്? ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കോമൺ സെൻസ് ഉള്ള ഏത് മനുഷ്യനും മനസ്സിലാവുകയല്ലേ ഇവന്മാർ മനഃപൂർവ്വമാണെന്ന്. ഇവരോടൊന്നും ഇങ്ങനെ പ്രതികരിച്ചാൽ പോരാ. സാറേ, മാധ്യമപ്രവർത്തകരോട് അങ്ങനെ സംസാരിച്ചതിൽ സാറിന് ഖേദമുണ്ടോ? എന്താ പ്രതികരിക്കാത്തത്? പ്രതികരിച്ചിട്ട് വേണം അതും കൂടെ എടുത്തിട്ട് അവൻ്റെയൊക്കെ എക്സ്ക്ലൂസീവ് ആക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയുണ്ടോ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു മനുഷ്യനെ ശല്യപ്പെടുത്തിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത്. നമ്മളാണെങ്കിലോ ഒന്ന് ഓർത്ത് നോക്കി, ബാക്കി 19 എണ്ണം എവിടെ പോയി, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ആർക്കും അറിയത്തില്ല. സുരേഷ് ഗോപിയുടെ പുറകെ നടക്കുക. പിന്നെ വേറെ കാര്യമുണ്ടോ, ഈ മാങ്ങയുള്ള മാവിനിട്ടല്ലേ ഏറ് കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ബാക്കിയുള്ളതിലൊന്നും മാങ്ങായും ഇല്ല, ഇല പോലും ഇല്ല.